ഹായ് ഓൾ, ഇത് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് പാർട്ട് റിവിഷൻ ആണ്. ഒരു പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹൂ ഇസ് ദ മേജർ എക്സ്പോണൻറ്റ് ഓഫ് ദ സൈലൻറ്റ് വേ, വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ടു ലേണിംഗ്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിലെ സൈലൻറ്റ് വേ ആരാണ് കൊണ്ടുവന്നത്? ആൻസർ ഈസ് കാലബ് ഗറ്റഗ്നോ. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസിൽ സൈലൻറ്റ് വേ ഉണ്ട്, സജസ്റ്റോപീഡിയ ഉണ്ട്, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്, ടോട്ടൽ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ലേണിംഗ്, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, അങ്ങനെ കുറേ ഉണ്ട്. ലെറ്റ്സ് റിവൈസ് ഇറ്റ്. സൈലൻറ്റ് വേ കാലബ് ഗറ്റഗ്നോയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സൈലൻറ്റ് വേയിൽ ടീച്ചേഴ്സ് സൈലൻ്റ് ആയിരിക്കും, ലേണേഴ്സ് ആണെങ്കിൽ എൻകേജ് ടു പ്രൊഡ്യൂസ് ആസ് മച്ച് ലാംഗ്വേജ് ആസ് പോസിബിൾ. ലേണേഴ്സ് ആണെങ്കിൽ അവർക്ക് പറ്റുന്നിടത്തോളം ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ടാർഗറ്റ് ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചാൽ ഓക്കെ. ടീച്ചർ ബിക്കം ദ കൺട്രോളർ. ടീച്ചർ ഒരു കൺട്രോളർ മാത്രമായിരിക്കും. ഈ സൈലൻറ്റ് വേയിൽ കളർ റോഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചോദിക്കാം കളർ റോഡ്സ് ഉപയോഗിക്കുന്ന ഏത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിലാണെന്ന്. അന്നേരം സൈലൻറ്റ് വേയിലാണ്. ഓക്കെ, ഇവിടെ ടീച്ചർ സൈലൻ്റ് ആയിരിക്കും, ലേണേഴ്സ് മാക്സിമം ടാർഗറ്റ് ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യും, കളർ റോഡ്സ് ഒക്കെ ഉപയോഗിക്കും. ഇവിടെ ബ്ലൈൻഡ് പീപ്പിളിന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സൈലൻറ്റ് വേയിൽ. ഓക്കെ, സൈലൻറ്റ് വേ ഇസ് എ വേ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. നെക്സ്റ്റ് വൺ സജസ്റ്റോപീഡിയ. സജസ്റ്റോപീഡിയ ഡി സജസ്റ്റോപീഡിയ എന്ന് അറിയപ്പെടും. ഡോക്ടർ ജോർജ് ലെസ്നോവാണ് ഇതിൻ്റെ എക്സ്പോണൻറ്റ്. ലേണിംഗ് ത്രൂ ജോയ് ആൻഡ് ഈസിനെസ്സിലൂടെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്. used variety of methods like dramatized text, music, active participation in songs and games. ഗെയിംസിലൂടെയും മ്യൂസിക്കിലൂടെയും ഡ്രാമയിലൂടെയൊക്കെയാണ് ഇവിടെ ലാംഗ്വേജ് പഠിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് വാസ് ഡെവലപ്ഡ് ബൈ. കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് കൊണ്ടുവന്നത് ചാൾസ് എ ക്യൂരൻ. നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് സി വെച്ചാണ് തുടങ്ങുന്നത്. സോ ചാൾസ് എ ക്യൂരൻ. ഇതിനകത്ത് 2 സി വരുന്നുണ്ടല്ലേ, ഓർത്ത് വെക്കാനാണേ. കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്താണ്? ലാംഗ്വേജ് ലേണിംഗ് ഈസ് എ ഹോൾ പേഴ്സൺ ലേണിംഗ്. ഇറ്റ് ഈസ് ബോത്ത് കോഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ്. വ്യൂ ലേണിംഗ് ആസ് എ സോഷ്യൽ പ്രോസസ്സ്. ഒരു സോഷ്യൽ പ്രോസസ്സ്, ഇൻട്രാക്ഷൻ വഴി പഠിക്കുന്നതാണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ ഇൻട്രാക്ഷൻ വഴി പഠിക്കുന്നതിനെയാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു ഹോൾ പേഴ്സൺ ലേണിംഗ് ആണ്, മൊത്തത്തിൽ പഠിക്കുന്നതാണ്. കോഗ്നിറ്റീവും അഫക്റ്റീവും എല്ലാം വരുന്നുണ്ട്. ലേണിംഗ് കൊളാബറേറ്റീവാണ്, ടീച്ചർ കൗൺസിലറാണ്. ഒരു കൊളാബറേറ്റീവ് കമ്മ്യൂണിറ്റി ലേണിംഗ്. ഓക്കെ, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ഹോൾ പേഴ്സൺ ലേണിംഗ് ആണ്. ഒരു ഇൻട്രാക്ഷൻ വഴി സോഷ്യൽ പ്രോസസ്സ് വഴി പഠിക്കുന്നതാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. നെക്സ്റ്റ് വൺ നാച്ചുറൽ അപ്രോച്ച്. നാച്ചുറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഗെയിംസ്, റോൾ പ്ലേ, ഡയലോഗ്സ്, ഒരു നാച്ചുറലായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ടാർഗറ്റ് ലാംഗ്വേജ് ഡയറക്റ്റായിട്ട് ടാർഗറ്റ് ലാംഗ്വേജ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് നാച്ചുറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡിസ്കഷൻ വരുന്നുണ്ട്, നാച്ചുറലായിട്ട് പഠിക്കുന്നതിനെയാണ്. നെക്സ്റ്റ് വൺ കോമ്പിറ്റൻസി ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്. കോമ്പിറ്റൻസി ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നോക്കുക. ജോബ് ആപ്ലിക്കേഷൻ, ജോബ് ഇൻ്റർവ്യൂ, വർക്ക് ഷെഡ്യൂൾ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്, ഒരു കോമ്പിറ്റൻസിക്ക് വേണ്ടി പഠിക്കുന്നതിനെയാണ് കോമ്പിറ്റൻസി ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങളിത് ജസ്റ്റ് എല്ലാം മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഒരു 100% ഒന്നും പഠിക്കാൻ പറ്റില്ല. ഇതിപ്പം നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അന്നേരം നമ്മൾ എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇറ്റ്സ് ആൻ ഈസി ടോപ്പിക് ആക്ച്വലി. നമ്മളൊന്നും ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചാൽ മതി. ഓക്കെ, ആൻഡ് കോമ്പിറ്റൻസി ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ വേണ്ടി ആ ഒരു പഠിക്കുന്ന രീതി ഉണ്ടല്ലോ, അതാണ്. ഫോക്കസ് ഈസ് ഓൺ ഹെൽപ്പിംഗ് ദ ലേണേഴ്സ് അറ്റെയിൻ സ്പെസിഫിക് കോമ്പിറ്റൻസ്. സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് ഉണ്ടല്ലേ, അതേപോലെ തന്നെ ജോബ് ഇൻ്റർവ്യൂ ട്രെയിനിങ് ഒക്കെ ഒരു സ്പെസിഫിക് കോമ്പിറ്റൻസ് ലേണിംഗ് ആണ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് അറൗണ്ട് കോമ്പിറ്റൻസ് ആൻഡ് നോട്ട് അറൗണ്ട് സബ്ജക്റ്റ് നോളജ്. ഒരു സബ്ജക്റ്റ് നോളജിന് വേണ്ടിയല്ല അവിടെ പഠിക്കുന്നത്, കോമ്പിറ്റൻസിക്ക് വേണ്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The method that advocate the use of tasks that involves information gap activity, reasoning gap activity, and opinion gap activity. The method that advocate the use of task. എന്താണ് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് അല്ലെങ്കിൽ ഇതിന് അനദർ നെയിം ഉണ്ട് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ലേണിംഗ്. ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് NS പ്രഭു. ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ലേണിംഗ് ഫോക്കസസ് ഓൺ യൂസ് ഓഫ് ഒതൻറ്റിക് ലാംഗ്വേജ്. ഒതൻറ്റിക് ലാംഗ്വേജ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് ടീച്ചിങ്ങിന്. And learners acquire the target language by performing meaningful task. ടാസ്ക് പെർഫോം ചെയ്താണ് ഇവർ ടാർഗറ്റ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുക, ഇൻട്രൊഡ്യൂസിങ് എ ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ, അങ്ങനെയാണ് ഇവർ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് TPR. ഇത് കൊണ്ടുവന്നത് ജെയിംസ് ജെ അഷറാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ജെയിംസ് ജെ അഷറാണ് TPR ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഒരുപാട് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ് ബേസ്ഡ് ഓൺ കോർഡിനേഷൻ ഓഫ് സ്പീച്ച് ആൻഡ് ഫിസിക്കൽ ആക്ഷൻ. സ്പീച്ചും പിന്നെ ആക്ഷനും ഇത് രണ്ടും വെച്ചാണ് ഇവർ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്. TPRൽ ഇൻസ്ട്രക്ടർ ഒരു കമാൻഡ് കൊടുക്കും സ്റ്റുഡൻസിന്. ടാർഗറ്റ് ലാംഗ്വേജിൽ ഒരു കമാൻഡ് കൊടുക്കും. ആൻഡ് സ്റ്റുഡൻസ് റെസ്പോണ്ട് വിത്ത് ഹോൾ ബോഡി ആക്ഷൻ. സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്യുന്നത് ആക്ഷൻ വഴിയാണ്. ഫോർ എക്സാമ്പിൾ ഫോർ കോംപ്രിഹെൻഷൻ അപ്രോച്ച് ടു ലാംഗ്വേജ്. ഓക്കെ, അന്നേരം TPR എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ടർ ഒരു കമാൻഡ് കൊടുക്കും ആൻഡ് ലേണേഴ്സ് എന്ത് ചെയ്യും, അത് ആക്ഷൻ രൂപത്തിൽ കാണിക്കുന്നതാണ് TPR. ജെയിംസ് ജെ അഷറാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. വിച്ച് ലാംഗ്വേജ് അപ്രോച്ച് ഫോക്കസസ് ഓൺ ടീച്ചിങ് ചിൽഡ്രൻ ടു റീഡ് ബൈ റെക്കഗ്നൈസിങ് വേർഡ് ആസ് എ ഹോൾ? അതിൻ്റെ ആൻസർ ഹോൾ ലാംഗ്വേജ് അപ്രോച്ചാണ്. ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് എന്താണ്? ഇറ്റ് ഫോക്കസസ് ഓൺ ടീച്ചിങ് ചിൽഡ്രൻ ടു റീഡ് ബൈ റെക്കഗ്നൈസിങ് വേർഡ് ആസ് ഹോൾ വിത്തൗട്ട് ബ്രേക്കിംഗ് ദം ഇൻ ടു ലെറ്റേഴ്സ്. മുറിച്ചൊന്നും അല്ല, അവർ മൊത്തത്തിൽ ടോട്ടലിയാണ് അവർ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ മീനിങ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് അവർ മീനിങ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ അവർ മൊത്തത്തിൽ ഇംഗ്ലീഷ് തന്നെയാണ്, അവർ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചാണ് പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത്. ഇപ്പം ഒരു കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ കാർട്ടൂൺ, അനദർ ലാംഗ്വേജ്, ഹിന്ദിയിലൊരു കാർട്ടൂൺ കാണുകയാണ് ഹിന്ദി അറിയാത്ത കുട്ടികൾ. അവർ ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ കാർട്ടൂണിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചാണ് അവർ മീനിങ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതാണ് ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് എന്ന് പറയുന്നത്. Children are expected to read and write as they learn to speak. That is ഫോർമൽ ടീച്ചിങ് അല്ല, വിത്തൗട്ട് ഫോർമൽ ടീച്ചിങ് ആണ്. വിത്തൗട്ട് ഫോർമൽ ടീച്ചിങ്. അവർക്ക് ഫോർമൽ ടീച്ചിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ലാംഗ്വേജ് അക്വയർ ചെയ്തോളും. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇവിടെ ഫോർമൽ ടീച്ചിങ് അല്ല, വിത്തൗട്ട് ഫോർമൽ ടീച്ചിങ് ആണ്. ബൈ മിസ്റ്റേക്ക്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, സോറി. ഓക്കെ, അന്നേരം ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് അതാണ്. നൗ ലെറ്റ് സീ വാട്ട് വാസ് എ ക്വസ്റ്റ്യൻ. വിച്ച് ലാംഗ്വേജ് അപ്രോച്ച് ഫോക്കസസ് ഓൺ ടീച്ചിങ് ചിൽഡ്രൻ ടു റീഡ് ബൈ റെക്കഗ്നൈസിങ് വേർഡ് ആസ് എ ഹോൾ? ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വെക്കണം, നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. സൈലൻറ്റ് വേ ആരാണ് കൊണ്ടുവന്നത്? കാലബ് ഗെറ്റക്നൗ. സജസ്റ്റോപീഡിയ ഓർ ഡി സജസ്റ്റോപീഡിയ ഡോക്ടർ ജോർജി ലസ്നൗ. കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ചാൾസ് എ ക്യൂരിയൻ. അവിടെ കമ്മ്യൂണിറ്റി സി ആണ്, ഓർത്ത് വെക്കാൻ വേണ്ടി പറയുവാണ്. ചാൾസ് എ ക്യൂരിയൻ, ആ പേര് 2 C ഉണ്ട്. ഓക്കെ, ഓർത്ത് വെച്ചോണം. TBLT ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ലേണിംഗ് അത് കൊണ്ടുവന്നത് NS പ്രഭു. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് കൊണ്ടുവന്നത് ജെയിംസ് ജെ അഷർ. ZPD സോണൽ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അത് കൊണ്ടുവന്നത് വൈഗോസ്കി. സോണൽ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുണ്ട്. ZPD എന്താണെന്ന് നോക്കാം. ZPD എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവല്.
നമുക്ക് കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്ന ലെവലാണ് കറണ്ട് എബിലിറ്റി ലെവൽ. പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ലെവൽ. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഡിഫറൻസ് ഉള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ZPD എന്ന് പറയുന്നത്. ദ ലെവൽ ദാറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കറണ്ട് എബിലിറ്റി ലെവൽ ആൻഡ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, അതിനെയാണ് നമ്മൾ ZPD എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയ്ക്കാണ് ZPD എന്ന് പറയുന്നത്. ഓക്കെ, next question. The help given by the teacher to the students to accomplish the task that are not able to perform independently. അതെന്താണ്? Scaffolding ആണ് ആൻസർ. The term scaffolding was used by Vygotsky. Zone of proximal development നമ്മൾ ഓൾറെഡി പഠിച്ചു. The gap between current ability level and potential ability level ആണ് ZPD എന്ന് പറയുന്നത്. ബ്രെയിൻ എന്താണ്? എൻകറേജ് സ്റ്റുഡൻസ് ടു ജനറേറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ഐഡിയാസ്. ഒരുപാട് ഐഡിയാസ് സ്റ്റുഡൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നതിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അതെന്തിനു സഹായിക്കും? ക്രിയേറ്റിവിറ്റിക്ക് സഹായിക്കും, പ്രോബ്ലം സോൾവിങ്ങിന് സഹായിക്കും, ആൻഡ് ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് എമംഗ് സ്റ്റുഡൻസ്. കുട്ടികളുടെ ഇടയിൽ ആക്റ്റീവ് എൻഗേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്ത് ബ്രെയിൻ സ്റ്റോമിങ്, ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ നിമോണിക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെക്നിക്സ് യൂസ് ടു ഇംപ്രൂവ് മെമ്മറി, നമുക്ക് ഓർത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നിമോണിക്സ്. നമ്മൾ കുറേ കോഡൊക്കെ ഉപയോഗിക്കും. എക്സാമ്പിൾ അക്രോണിംസ്. ഓക്കെ, ദേ ആക്ട് ആസ് മെമ്മറി എയ്ഡ് ആണ് നിമോണിക്സ്. നെക്സ്റ്റ് വൺ മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ഗൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ അവരുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയും അവരുടെ ടീച്ചിങ് പ്രാക്ടീസസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും സഹായിക്കുന്നു. അതാണ് മെൻറ്ററിങ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെൻറ്ററിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കോഴ്സ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു ടീച്ച് ഗ്രാമർ. ഡിസ്കോഴ്സ് മെത്തേഡ് എന്താണ്? ഡിസ്കോഴ്സ് മെത്തേഡ് ഇൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ ഫോക്കസസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഗ്രാമർ വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ rather than treating it as a set of isolated റൂൾ മാത്രം ഉപയോഗിച്ച് ഗ്രാമർ പഠിപ്പിക്കാതെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഗ്രാമർ പഠിപ്പിക്കുന്നതിനെയാണ് ഡിസ്കോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കോഴ്സ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു ടീച്ച് ഗ്രാമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് എ സെക്കൻഡ് ലാംഗ്വേജ് ദാറ്റ് ഇൻകോപ്പറേറ്റ്സ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡും ട്രാൻസ്ലേഷൻ മെത്തേഡും ഉപയോഗിച്ച് ഉള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ് സെക്കൻഡ് ലാംഗ്വേജ് എന്താണ്? ബൈലിംഗ്വൽ മെത്തേഡ്. ഇത് കൊണ്ടുവന്നത് ഡോക്ടർ CJ ഡോട്ട്സൺ ആണ്. മെത്തേഡ് ഓഫ് ടീച്ചിങ് എ സെക്കൻഡ് ലാംഗ്വേജ് ദാറ്റ് ഇൻകോപ്പറേറ്റ്സ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ട്രാൻസ്ലേഷൻ മെത്തേഡ്. അതായത് രണ്ട് ലാംഗ്വേജ് അവിടെ വരുന്നുണ്ടല്ലേ. വിച്ച് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലാസിക്കൽ മെത്തേഡ്. ക്ലാസിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ പഴയകാല രീതിയാണ് അല്ലേ. ഏതാണ്? ഗ്രാമർ, ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്താണ്? നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജിൽ തന്നെ ടീച്ച് ചെയ്യുന്നതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് എന്താണ്? ഈ മെത്തേഡ് കൊണ്ടുവന്നത് നെൽസൺ ബ്രൂക്കാണ്. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ALM ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് കൊണ്ടുവന്നത് നെൽസൺ ബ്രൂക്കാണ്. എ ലാംഗ്വേജ് ടീച്ചിങ് അപ്രോച്ച് ദാറ്റ് എംഫസൈസസ് or communication through repetitive drills and pattern practices. അതായത് ഒരു ലാംഗ്വേജ് ടാർഗറ്റ് ലാംഗ്വേജിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ റെപ്പറ്റേറ്റീവ് ഡ്രിൽസും പ്രാക്ടീസസും പാറ്റേൺ പ്രാക്ടീസസും ഉപയോഗിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇപ്പോൾ ടാർഗറ്റ് ലാംഗ്വേജ് ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിൽ റെപ്പറ്റേറ്റീവ് ഡ്രിൽസും പ്രാക്ടീസസും ചെയ്തായിരുന്നു ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരുന്നത്. ബൈലിംഗ്വൽ മെത്തേഡ് ഇത് കൊണ്ടുവന്നത് CJ ഡോട്ട്സൺ ആണ്. ആൻഡ് ഇറ്റ്സ് എ ലാംഗ്വേജ് ടീച്ചിങ് അപ്രോച്ച് ദാറ്റ് യൂട്ടിലൈസസ് ബോത്ത് ദ ലേണേഴ്സ് നേറ്റീവ് ലാംഗ്വേജ് ആൻഡ് ടാർഗറ്റ് ലാംഗ്വേജ്.
ബൈലിംഗ്വൽ 2 ലാംഗ്വേജിൻ്റെ യൂസ് വരും. ഒന്ന് നേറ്റീവ് ലാംഗ്വേജും ഒന്ന് ടാർഗറ്റ് ലാംഗ്വേജും. ആ രീതിയിലായിരുന്നു ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, അതായത് ടാർഗറ്റ് ലാംഗ്വേജ് വായിച്ചിട്ട് പ്രിപ്പയർഡ് ടെസ്റ്റ് വായിച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യും പ്യൂപ്പിൾസിൻ്റെ മദർ ടങ്ങിൽ. ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി വായിച്ചിട്ട് അത് മലയാളം, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജായ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡിറക്റ്റ് മെത്തേഡ് ഈസ് ടു ഡെവലപ്പ് എ കമാൻഡ് ഓവർ ടാർഗറ്റ് ലാംഗ്വേജ്. Objective of direct method is to develop a command over target language. Next question, the use of more than one language variety or style by a speaker within an utterance. ഒരു utteranceൽ തന്നെ more than one language പറയുന്നു, അതിന് എന്ത് പറയും? കോഡ് സ്വിച്ചിങ്. ഒരു utteranceൽ തന്നെ ഒന്നിൽ കൂടുതൽ ഭാഷ ഉപയോഗിക്കുന്നത് കോഡ് സ്വിച്ചിങ്. ബൈലിംഗ്വലിസം എന്താണ്? ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ 2 ലാംഗ്വേജ്. അവിടെ 2 ലാംഗ്വേജേ വരുന്നുള്ളൂ. ഒന്ന് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ആണെങ്കിൽ മറ്റൊന്ന് ടാർഗറ്റ് ലാംഗ്വേജ്. അങ്ങനെ 2 ലാംഗ്വേജിൻ്റെ യൂസ് വരുന്നതാണ് ബൈലിംഗ്വലിസം. കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു അട്രൻസിൽ തന്നെ 2-3 ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please like, share and subscribe this channel, and you can share with your friends also. Thank you.